ഹലോ ഡിയർ വ്യൂവേഴ്സ്, നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് 5 സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് പ്രിൻസിപ്പിളിനെ പറ്റിയാണ്. പ്രിൻസിപ്പിൾ എന്നൊന്നും പറയുന്നില്ല, ഒരു 5 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഒരു റൊട്ടീനായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു കീപ്പ് ഇൻ മൈൻഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നമ്മുടെ മനസ്സിൽ വെച്ച് നമ്മളത് ഒരു റൊട്ടീൻ പോലെ നമ്മളത് കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അതിൻ്റെ റിസൾട്ട് നമ്മുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ആവുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. വിസിബിളായി തന്നെയുള്ള റിഫ്ലക്ഷൻ നമുക്കതിൽ കാണാൻ സാധിക്കും. അതിനെപ്പറ്റി പറയാനാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറ്റു വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യത്തെ കാര്യമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജോബ് ഉള്ളതാണ്, അല്ലെങ്കിൽ ഒരു വിമനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ജോബ് ഉണ്ടെങ്കിൽ അതിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട് എന്നാണെന്ന് ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയല്ല, ജോലിയുള്ളതും നമ്മുടെ കയ്യിൽ നമുക്ക് സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ ഏൺ ചെയ്യുന്ന എമൗണ്ട് സ്പെൻഡ് ചെയ്യാനുള്ള ഫ്രീഡം ഉള്ളതും രണ്ടും രണ്ടാണ് എന്നുള്ളതാണ്. പണ്ടൊരു ആൻറ്റിയുടെ സ്റ്റോറി കേട്ടതാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. ആൻറ്റി സാലറി കിട്ടുന്ന ടൈമിൽ അങ്ങനെ തന്നെ ഫുൾ എമൗണ്ട് ഹസ്ബൻഡിൻ്റെ കയ്യിൽ, അങ്കിളുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് ഡെയിലി നമുക്ക് ആ ഒരു എമൗണ്ട് മാത്രം, ബസ്സിന് അപ്പ് ആൻഡ് ഡൗൺ പോകാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് മാത്രം ആൻറ്റി അങ്കിളുടെ കയ്യിൽ നിന്ന് വാങ്ങും, അഥവാ അങ്കിൾ കൊടുക്കും. അങ്ങനെയായിരുന്നു ആൻറ്റി ജീവിച്ചിരുന്നത് എന്നൊരു 10-15 ഇയേഴ്സ് മുൻപ് കേട്ടൊരു സ്റ്റോറിയാണ്. സ്ത്രീകളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ, ആ ഒരു കാര്യം ആ ഏജിൽ തന്നെ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ ഏൺ ചെയ്യുന്ന എമൗണ്ട് നമ്മളുടെ ഇഷ്ടത്തിന് ചിലവഴിക്കുക, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിസിബിലിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു വിഷൻ ഉണ്ടായിരിക്കുക. നമ്മൾ ഏൺ ചെയ്യുന്ന എമൗണ്ട് എങ്ങനെ സ്പെൻഡ് ചെയ്യണം, നമ്മൾക്ക് എന്തൊക്കെ ചിലവുകളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു സെൽഫ് കെയറിനും സെൽഫ് ലവിനും എനിക്ക് വേണ്ടി എൻ്റെ ഇഷ്ടത്തിന് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ സ്ത്രീകളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മന്ത്ലി ഒരു പാക്കറ്റ് പാഡ് വാങ്ങണമെങ്കിൽ പോലും ഹസ്ബൻഡിനോട് ചോദിക്കേണ്ടല്ലോ, നിനക്ക് ജോലിക്ക് പോയിക്കൂടെ എന്ന് കേട്ടോ. പാഡ് വാങ്ങാൻ വേണ്ടി ജോലിക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്ത സ്ത്രീകളുടെ ഒരു സമൂഹത്തിൽ നിന്ന് നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കേട്ടോ. ജെനുവനായിട്ടുള്ള കാര്യങ്ങൾക്ക്, നമ്മുടെ നീഡ്സിന്, നമ്മുടെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനും അവരുടെ നീഡ്സിനും വേണ്ടിയിട്ട് ചിലവഴിക്കാൻ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് നമ്മുടെ ഇഷ്ടത്തിന് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും നമ്മൾക്കത് സ്ത്രീകളെ റിലേറ്റ് ചെയ്തിട്ടാണ് കൂടുതലും ടോപ്പിക്സ്, അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അനുഭവങ്ങൾ കൂടുതലും പറയാനുള്ളത് സ്ത്രീകൾക്കായിരിക്കും കേട്ടോ. കാരണം പുരുഷന്മാരെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ ഫ്രീഡം അത്ര അവരെ എഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. രണ്ടാമത് നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും എന്ന് പറയുന്ന ഒരു കാര്യമാണ് ടേക്ക് ആക്ഷൻ ഇൻസ്റ്റെഡ് ഓഫ് ഡ്രീമിംഗ് എന്നുള്ളത് കേട്ടോ. ഈ ഒരു സബ്ജക്റ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതലും വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യം, അങ്ങനത്തെ നമ്മൾ പ്രയോറിറ്റി കൊടുത്തേക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മളതിങ്ങനെ സ്വപ്നം കണ്ട് നടക്കാതെ അതിലേക്കൊരു സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതാണ്. വലിയ വലിയ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് സംഭവിക്കാൻ വേണ്ടിയിട്ട് ടേക്ക് എ സ്മോൾ സ്റ്റെപ്പ് എന്നൊക്കെ പറയും. അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ആളുകൾ. അപ്പം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളാണ്, നമ്മുടെ സ്വപ്നങ്ങളാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്ത് കൊണ്ട് നടക്കുന്ന, നമ്മുടെ നെഞ്ചിനകത്ത് കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ അത് മേ ബി ഒരു വലിയ കാര്യമായിരുന്നാൽ കൂടി അതിലേക്കൊരു ചെറിയ സ്റ്റെപ്പ് വയ്ക്കാം. ഒരു ഗവൺമെൻറ് ജോബാണ് വേണ്ടതെങ്കിൽ ഏറ്റവും ആദ്യം വെറുതെ ബേസിക്കായിട്ട് അടുത്ത ആരെങ്കിലും ഒക്കെ PSC പ്രിപ്പയർ ചെയ്തിട്ട് അവർക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ബുക്ക് വാങ്ങിച്ച് വെറുതെ ഒരു 10 പേജ് വായിച്ച് നോക്കുക. അത് കഴിഞ്ഞ് പോയി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെറിയൊരു സ്റ്റെപ്പിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ. നമ്മൾ ഡ്രീം ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. നമുക്ക് സക്സസ് വരണമെന്നുണ്ടെങ്കിൽ നമ്മളതിലേക്ക് ഇറങ്ങി പുറപ്പെടുക തന്നെ വേണം. അടുത്ത ഒരു കാര്യമാണ്, നമ്മൾ ഒരു കാര്യവും ഈ പകുതിക്ക് വെച്ച് നിർത്തരുത് എന്ന് പറയൂ കേട്ടോ. നമ്മളൊരു ലക്ഷ്യം അത്രയും ആഗ്രഹിച്ച്, അത്രയും ഡ്രീമായി, അത്രയും ഒരു അച്ചീവ് ചെയ്യണമെന്ന് അത്രയും അധികം ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തു, വെൽ സ്റ്റാർട്ടഡ് ആയിരിക്കും. നന്നായിട്ട് ആ ഒരു പ്രോസസ്സിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ പതുക്കെ നമ്മളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്ത് തുടങ്ങും. അപ്പോൾ നമുക്ക് വേണ്ട അത്രയും സക്സസ് ഉണ്ടായില്ല, അല്ലെങ്കിൽ നമ്മുടെ ജേണി കുറച്ച് ടഫായൊക്കെ വന്നു കഴിയുമ്പോൾ ത്രൂ ഔട്ട് ദി ജേണി, അല്ലെങ്കിൽ പകുതിക്കൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ മടുത്തു തുടങ്ങും. സ്വാഭാവികമാണ്.
ആണ്. മടി അല്ലെങ്കിൽ മടുപ്പ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക എക്സോസ്റ്റഡ് ആയി പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമാണ്. കാരണം നമ്മൾ എന്തൊരു കാര്യം ചിന്തിച്ചാലും എന്തൊരു കാര്യം ലക്ഷ്യം വെച്ചാലും നമ്മുടെ ഒരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ലക്ഷ്യം കാണും എന്നുള്ളതായിരിക്കും. അങ്ങനെ സംഭവിക്കാതെ മറിച്ച് സംഭവിച്ചു വരുമ്പോൾ ഫെയിലേഴ്സ് വന്നു കഴിയുമ്പോൾ പതുക്കെ നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ ആ ഒരു എയിമിന് നമ്മൾ ഇടുന്ന എഫേർട്ട് അത് പതുക്കെ നമ്മൾ കുറച്ച് കൊണ്ടുവരും. പതുക്കെ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ മങ്ങലേറ്റ് തുടങ്ങും കേട്ടോ. ശരിക്കും അങ്ങനെ ചെയ്യരുത്. നമ്മൾ എത്ര എക്സോസ്റ്റഡ് ആയി പോയാലും എത്ര ലക്ഷ്യം കണ്ടില്ലെങ്കിലും എത്ര മോശം കാര്യങ്ങൾ നമ്മുടെ ജേർണിയിൽ സംഭവിച്ചാലും നമ്മൾ ആ ഒരു ലക്ഷ്യത്തിനെ കൈവിടരുത്. പകുതിക്ക് വെച്ച് നമ്മുടെ ആ ഒരു ലക്ഷ്യം മറന്ന് നമ്മൾ ബാക്കി വേറൊരു കാര്യത്തിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകരുത് എന്നുള്ളതാണ്. ഇതിനോട് ഏറ്റവും റിലേറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. മോണിറ്റൈസ്ഡ് ആയി എന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിലാണെങ്കിലും മറ്റു പലരുടെ വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിലാണെങ്കിലും കണ്ടിട്ടുള്ള ഒരു കമൻറ്റാണ്, ഒത്തിരി നാളായി വീഡിയോസ് ചെയ്യണു, 1000 above വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ മോണിറ്റൈസ്ഡ് ആയില്ല, ഇതുവരെ റെക്കഗ്നൈസ്ഡ് ആയില്ല, അതുവരെ വാച്ച് അവറും കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ഒത്തിരി കമൻറ്റ്സ് നമ്മൾ കാണുന്നതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 വീഡിയോ ഒക്കെ ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഏകദേശം സാച്ചുറേറ്റഡ് ആയി കാണും. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു ഏർണിങ്സ് വരിക, നമ്മുടെ ചാനലും കൂടി മോണിറ്റൈസ്ഡ് ആകുന്നു, നമുക്ക് നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുന്നു, ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു എയിമിന് പതുക്കെ നമ്മൾ മങ്ങലേറ്റ് പതുക്കെ നമ്മൾ ഇനിയൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ പതുക്കെ മനസ്സിൽ വന്നു തുടങ്ങും. അപ്പോൾ പതുക്കെ നമ്മൾ ലക്ഷ്യമൊക്കെ മറന്നിട്ട് പതുക്കെ എക്സോസ്റ്റഡായി പതുക്കെ നമ്മളതൊക്കെ മടക്കിയെടുത്ത് അട്ടപ്പുറത്ത് കയറ്റി വയ്ക്കും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ജേണിയിൽ നമ്മൾ ഒരു ലക്ഷ്യവും പകുതിക്ക് വെച്ച് നിർത്തരുത് എന്നാണ്. എന്തൊരു ലക്ഷ്യമാണെങ്കിലും നമ്മൾ ആ ഒരു കാര്യത്തിനെ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. എന്നെങ്കിലും ഒരു നാൾ അത് സക്സസ് ആവുന്നതാണ്. കാരണം അതാണ് ചരിത്രം. യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്നത് തന്നെ അതാണ്. നമ്മൾ എത്ര കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു കഷ്ടപ്പാടിന് ഒരു റിസൾട്ട് വരും എന്നുള്ളതാണ് നമ്മുടെ നിയമം പറയുന്നത്. സോ ഒരു ലക്ഷ്യവും പകുതിക്ക് വെച്ച് നിർത്താതിരിക്കുക കേട്ടോ. 4ാമത്തെ കാര്യമാണ് കമ്പാരിസൺ എന്ന് പറയുന്നത് കേട്ടോ. താരതമ്യം എന്ന് പറയും. എന്നെ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സിനെ, എൻ്റെ ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ളവരെ, എൻ്റെ പാർട്ട്ണറെ, എൻ്റെ മക്കളെ, എൻ്റെ സിബ്ലിങ്സിനെ, എൻ്റെ പാരൻസിനെ, എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളെ വരെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ എന്താ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ മിക്ക സമയത്തും നമുക്ക് നിരാശയായിരിക്കും ഫലം. അവനുള്ള അത്ര എനിക്കില്ല എന്നുള്ളൊരു ചിന്ത വന്നു കഴിയുമ്പോൾ തന്നെ പകുതി കാര്യങ്ങൾ ഫ്ലോപ്പ് ആവും കേട്ടോ. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തില്ല, അല്ലെങ്കിൽ നമ്മളൊരു നല്ലൊരു പേഴ്സണാലിറ്റി, നല്ലൊരു വ്യക്തിത്വത്തിനുടമയല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വരും നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ. കമ്പാരിസൻ്റെ മിക്കപ്പോഴും നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കില്ല വരിക. കമ്പയർ ചെയ്യുന്നത് നമ്മളെ വെച്ച് മാത്രമായിരിക്കില്ല, മറ്റു പലരും ചിലപ്പോൾ നമ്മളെ വെച്ച് കമ്പയർ ചെയ്യുന്നത് നമ്മൾ കേൾക്കാൻ ഇട വന്നാൽ പോലും അതിനൊരു നെഗറ്റീവ് റിസൾട്ടിലേക്കായിരിക്കും നമ്മൾ ലീഡ് ചെയ്യുക. സോ ഒരു നല്ലൊരു വ്യക്തിയാവുക, അല്ലെങ്കിൽ നല്ലൊരു സക്സസ്ഫുൾ ലൈഫിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നത് നിർത്തുകയെന്ന്. എനിക്ക് വളരെയധികം ഉണ്ടായിരുന്നൊരു കാര്യമാണ് കേട്ടോ അത്. ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു, എനിക്ക് അതിൻ്റെ റിസൾട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഞാൻ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമായിരുന്നു. അയ്യോ അവർക്ക് അത്രയും നല്ലൊരു ഇത് കിട്ടിയല്ലോ, എന്തുകൊണ്ട് എന്നെ അവർ ഒഴിവാക്കി എന്നൊക്കെ മിക്കപ്പോഴും ഞാൻ ചിന്തിച്ചിരുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ ഒരു സംഭവത്തിൽ കുറച്ചധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ മനഃപൂർവ്വം ആണെങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ ബോധപൂർവം എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നെയും എൻ്റെ കാര്യങ്ങളെയും ഞാൻ വേറൊരാളുമായിട്ടും വേറൊരാളുടെ അച്ചീവ്മെൻറ്റ്സ് ആയിട്ടും വേറൊരാളുടെ പ്രോഗ്രസീവ് ജേണിയുമായിട്ടും ഒരിക്കലും ഞാൻ കമ്പയർ ചെയ്യില്ല എന്നുള്ളത്. എനിക്കുള്ളത് എപ്പോഴാണെങ്കിലും എന്നെ തേടി വരും, എൻ്റെ ലൈഫിലേക്ക് വരും. ഞാൻ എപ്പോഴും എൻ്റെ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യുന്ന ആളാണ്. എൻ്റെ പോസിറ്റീവ് അഫർമേഷനും എൻ്റേതായിട്ടുള്ള കാര്യങ്ങളും ഗ്രാറ്റിറ്റ്യൂഡ് ജേണി എന്നൊക്കെ പറയില്ലേ, എൻ്റെ ലൈഫിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് എന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. സോ കഴിവതും നമ്മളെയും നമ്മുടെ കാര്യങ്ങളെയും നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളുകളെയും മറ്റുള്ളവരെയും അവരുടെ കാര്യങ്ങളുമായിട്ടും കമ്പയർ ചെയ്യാതിരിക്കുക. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് പറയാനുള്ളൊരു കാര്യമാണ് കീപ്പ് അപ്ഡേറ്റിംഗ് എന്നുള്ളത്. നമ്മളൊരു പഴഞ്ചൻ മനുഷ്യനാവാതിരിക്കുക, നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിപ്പോൾ എല്ലാ കാര്യത്തിലാണെങ്കിലും, നമ്മളുടെ അറിവിൻ്റെ കാര്യത്തിലാണെങ്കിലും, ചുറ്റും നടക്കുന്ന കാര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും, നമ്മുടെ വസ്ത്രധാരണ രീതിയിലാണെങ്കിലും, ഒന്നും വേണ്ട, നമ്മളുടെ ഒരു ജോബിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ കാര്യങ്ങളെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുക, പുതിയ ടെക്നോളജിയെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഏത് കാര്യത്തിലാണ് അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് ഏറ്റവും കൂടുതലധികം സമയം സ്പെൻഡ് ചെയ്യുന്നത്, ആ ഒരു കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആവുക. ആ ഒരു കാര്യത്തിൽ വരുന്ന അപ്ഡേറ്റ്സൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മളൊരു ചർച്ചയുടെ ഭാഗമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഗ്രൂപ്പിലിരിക്കുന്ന ടൈമിലാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കറണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് ഒന്നും അറിയാത്ത ആളാവാതെ ഇരിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് രാവിലെയും വൈകുന്നേരവും ന്യൂസ് ഫോളോ ചെയ്യുക എന്നുള്ളത്. ന്യൂസ് ചാനൽസ് കാണുക എന്നുള്ളതല്ല, ഏറ്റവും അധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ആയിട്ടുള്ള കാര്യങ്ങളും ബ്രീഫായിട്ട് പറഞ്ഞു പോകുന്ന ഒത്തിരി ചാനൽസ് ഉണ്ട്, ഒത്തിരി ആർട്ടിക്കിൾസ് ഉണ്ട്, ഡെയിലി നമുക്ക് വായിക്കാൻ പറ്റുന്ന ചാനൽസ് ഉണ്ട്. ഗൂഗിൾ ചെയ്താൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അത് രാവിലെയും രാത്രിയും അല്ലെങ്കിൽ ദിവസത്തിലൊരിക്കലെങ്കിലും അത് ഫോളോ ചെയ്യുക. അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാവുക എന്നുള്ളതാണ്. സോ ഈ 5 കാര്യമാണ് നമ്മളൊരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ജേർണി അല്ലെങ്കിൽ സെൽഫ് ഇംപ്രൂവിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് പറയാനുള്ള കാര്യം. ഈ 5 കാര്യം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോലും നിങ്ങളിതിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തെങ്കിലും തിരുത്തേണ്ട കാര്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളിതിൽ കമൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ബൈ.